സ്വാമി ഒരു മലബാർ മിൽസിൽ ജോലിയുള്ള കൃഷ്ണ തെരീമ. കൃഷ്ണനാ? അത് കിച്ചാമണി എന്നും പറയും. എന്താ കിച്ചാമണി? അവരിവിടെ എവിടെയോ താൻ എന്താ എന്നാ ഡിഷ് ആന്റിന 36 ചാനൽ. നീ എന്താടാ ഇവിടെ? ഡിഷാന്റിനാവാ? എന്ത് ഡിഷാന്റിനാ? ഡിഷ് ഡിഷ് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? யார் நீங்க? என்ன வேணும்? எனக்கு ஒண்ணும் புரியலையே. പൂരിച്ച് തരാടാ. നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? അത് വന്ന് മലയാളത്തിൽ പറ. അയ്യോ പറയാമേ. കൈവിട് കൈവിട്. കിച്ചാമണി, കിച്ചാമണി, കഥ തുറക്ക്. ഞാനാ രാജു. ആരാ? വേണി താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുക. എന്താ? നീ ഒന്ന് പുറത്തേക്ക് വാ. അല്ല, കുഴപ്പമില്ല, വാ. കൃഷ്ണൻ, കിച്ചാമണി അല്ലേ? ഞാൻ മഹേന്ദ്രൻ. വേണി എന്റെ വീട്ടിലാ ഉള്ളത്. അറിയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടാ രാജു നിങ്ങളുടെ വീട്ടിൽ വന്നത്, വേണിയുടെ വിവരങ്ങൾ അറിയാൻ. നിങ്ങൾ സംസാരിക്ക, ഞാൻ പുറത്തുണ്ടാവും. അയാൾ എന്തിനാ കള്ളം പറഞ്ഞെന്ന് എന്റെ വീട്ടിൽ വന്നത്? നിങ്ങൾക്ക് നേരിട്ട് വരാറേ. അങ്ങോട്ടിരിക്കാം. എന്താ എന്താ തനിക്ക്? വേണി എന്നെപ്പറ്റി എല്ലാം പറഞ്ഞാണല്ലോ. എനിക്ക് വരായിരുന്നു, വരണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. ഞാൻ എന്താ വിളിക്കേണ്ടത്? മഹി, അല്ലെങ്കിൽ വേണി വിളിക്കണ പോലെ മഹിയേട്ടൻ. നന്ദി, നന്ദി പറഞ്ഞാ തീരില്ല. നിങ്ങളുടെ വീട്ടില് അവൾ എങ്ങനെ കഴിയണേന്ന് രാജു എന്ന് പറഞ്ഞപ്പോ ദൈവം ഉണ്ടെന്ന് എനിക്ക് ബോധ്യായി. ദൈവങ്ങളെ ശപിച്ചു നിർത്തും കഴിയായിരുന്നു ഞാൻ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വീടും നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോ എനിക്ക് ദൈവങ്ങളെക്കാൾ വലുതാ. ഒരുപാട് നന്ദിയുണ്ട് മഹിയേട്ട. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എന്താ ഇത് കിച്ചാമണി? എന്താ എനിക്ക് സംഭവിച്ചെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ. വേണിക്കറിയാവുന്ന, വേണി മഹിയേട്ടനോട് പറഞ്ഞു തന്നിട്ടുള്ള കിച്ചാമണിയല്ല ഞാനിപ്പോ. വിധി അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപം. ശപിക്കപ്പെട്ടൊരു ജന്മമാണ് മഹിയേട്ട എനിക്ക് കിട്ടിയത്. പ്രാരാബ്ദങ്ങളുടെ നടുവില ജനിച്ചതും വളർന്നതും. അമ്മയെ കണ്ട ഓർമ്മയില്ല. ക്യാൻസർ വന്ന് അച്ഛൻ മരിക്കുമ്പോൾ കുട്ടിയായിരുന്നു. അമ്മയുടെ സ്ഥാനത്തുണ്ടായിരുന്ന മൂത്ത ചേച്ചിയും അളിയനും ഞാനൊരു ഭാരമാണെന്ന് പറയണ കേട്ടപ്പോ ഇറങ്ങി നടന്നു. അന്ന് വിളിച്ചുകൊണ്ടുപോയി അഭയം തന്നതും സ്നേഹം തന്നതും പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം വേണിയുടെ അപ്പൂപ്പന. തീരാത്ത കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. വേണി ഞാനും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു, നന്മ വരാൻ പ്രാർത്ഥിച്ചു. തഞ്ചാവൂരിലെ അമ്പലത്തിൽ കിടന്ന അപ്പൂപ്പൻ മരിച്ചത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ കണ്ടപ്പോഴറിഞ്ഞത്. വേണിയുടെ ഗതി എന്താവും ഓർത്ത് പേടിച്ച് ഓടിച്ചെന്നതാ തഞ്ചാവൂരില്.
ക്ഷേത്രത്തിൽ വെച്ച് സത്ര മാനേജരെ കണ്ടു. അയാൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൂപ്പൻ മരിക്കാനിടയായ സാഹചര്യവും നിങ്ങൾ വേണിയെ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ. உங்களை நான் நம்புறேன். அதனால தான் எல்லாத்தையும் சொல்லிட்டேன். கொஞ்சம் முன்னாடி சுப்பிரமணியம் வந்து அந்த பொண்ணை பற்றி கேட்டேன். நான் ஒன்றும் சொல்லல. ரொம்ப நேரம் சத்தம் போட்டான். எனக்கு தெரியாதுன்னு சொல்லி அனுப்பிட்டேன். അവൾ എവിടേക്കാ പോയത്? അറിയില്ല. നിനക്കറിയാം. നിന്നോട് പറഞ്ഞു കാണും അയാള്? ഇല്ല, എനിക്കറിയില്ല. അറിയാം, പറയടാ. അവൾ എവിടേക്കാ പോയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? പറയില്ല. ഞാൻ പറയില്ല. അവളെവിടെ? ഞാൻ പറയില്ല. പറയാൻ പറയില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, എന്നെ കൊന്നേ ഞാൻ പറയണ. ഇല്ല, എനിക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയണില്ല. ഞാനൊരാളെ കൊല്ലേ, എന്റെ കൈ കൊണ്ട് ഒരാൾ മരിക്കേ. ഇല്ല മഹീട്ട, ഞാൻ കൊന്നിട്ടില്ല. അറിഞ്ഞോട്ട് ഞാൻ കൊന്നിട്ടില്ല. അവൻ മരിക്കേണ്ടവനാണ്. അവന്റെ ശല്യം അങ്ങനെ തീരാൻ ഈശ്വരനൊരു വഴി ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് രാജു ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും കൊലപാതകമല്ല ഉണ്ടാവൂ. ഒരു തെളിവുമില്ല, ആരും കണ്ടവരുമില്ല. ഒക്കെ ശരിയാ, എങ്കിലും സത്യം എന്തെങ്കിലും പുറത്തു വരാതിരിക്കോ? ഒന്നും വേണി അറിയരുതെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഒരു ഉറുമ്പിനെ പോലും നോച്ചിട്ടില്ലാത്ത
ഒരു പാവം ബ്രാഹ്മണൻ വളർത്തിയ കുട്ടിയത്. അതിനൊന്നും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാ ഒന്ന് വന്ന് കാണാൻ പോലും ധൈര്യപ്പെടാണ്ട് ഞാനിവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഒരു കാര്യത്തില് എനിക്ക് ആശ്വാസമുണ്ട്. അവളിപ്പോ നിങ്ങളുടെ കൂടെയാണല്ലോ. ഇനി എനിക്കെന്ത് സംഭവിച്ചാലും അവൾ അനാഥയാവില്ലല്ലോ. പക്ഷെ മകേട്ട, വേണു ഒന്നും അറിയരുത്, ഒരിക്കലും. എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയായി ഞാൻ എങ്ങോട്ടേലും പോയിന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞാൽ അവള് വിശ്വസിക്കോ? താൻ അവൾ ഒരുപാട് സ്നേഹിക്കണില്ലേ? അത്ര തന്നെ അവള് തന്നെ സ്നേഹിക്കണില്ലേ? അപ്പോ ഞാനൊരു നുണ പറഞ്ഞ അവള് വിശ്വസിക്കോ? എത്ര നാള് കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക്? അതുപോലെ തന്നെയല്ലേ അവൾക്കും. വേണ്ട കിച്ചാമണി, താൻ എന്റെ കൂടെ വരണം. താൻ അവളെ കാണണം. അവള് തന്നെയും കാത്തിരിക്കുക. എന്നാലും മകേട്ട, താൻ ആരെയും കൊന്നിട്ടില്ല. താൻ കൊല്ലുന്നത് ആരും കണ്ടിട്ടില്ല. തഞ്ചാവൂര് താൻ പോയിട്ടേ ഇല്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതിനു മുമ്പ് പോലീസ് ഇവിടെ തേടിയെത്തിയനെ. നമുക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കാം. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ തന്നെ അപ്പോ താൻ ഒറ്റയ്ക്കല്ലാന്നെങ്കിലും ആശ്വസിക്കുക. അതുവരെ കിട്ടുന്ന നല്ല ദിവസങ്ങൾ അതെങ്കിലും അവൾക്ക് കൊടുത്തൂടെ? അവള് മാത്രമല്ല, അവള് പറഞ്ഞു കേട്ട അവളുടെ കിച്ചനെ കാണാൻ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വീടുമൊക്കെ തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക.